അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിം വിശ്വാസികൾ ദൈനംദിനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് നിസ്കാരം. ഒരു ദിവസം നിർബന്ധ കർമ്മമായ 5 വക്ത് നിസ്കാരത്തിൽ 17 റക്അത്തുകളിലായിട്ട് ഓതി പൂർത്തിയാക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലുള്ള വചനമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. സിറാത്തുൽ മുസ്തഖീം, സത്യപാന്താവ്, നേരായ മാർഗം. എന്താണ് ഈ സത്യമാർഗം? സഹ്ലുബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു തരുന്നത് ത്വരീഖു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗമാണത്. സൂറത്തു ആലു ഇമ്രാനിൽ യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ എന്നൊരായത്ത് നമുക്ക് ദർശിക്കാം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് തബിയദ്ദു വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വദ്ദലാല. സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാരുടെ മുഖമാണ് ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ പ്രകാശിക്കുക എന്നാണ് പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് ഈ ഒരു മാർഗത്തിൽ, ഈ ഒരു സത്യധാരയിൽ വിശ്വാസികൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ചു ഞാനിനി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. സുന്നത്ത് ജമാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത്. ജംഉൽ ജവാമിയിൽ സുബ്ഖി ഇമാം വിശദീകരിച്ചതു പ്രകാരം അഫ്ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അഖ്വാലുഹു, തിരുനബിയുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ ചര്യയും ജീവിതത്തിൽ മുഴുകെ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എൻ്റെ കാലശേഷം ഒരുപാട് ഫിത്നകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്നും തദവസരത്തിൽ നിങ്ങൾ എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും ചര്യകൾ മുറുകെ പിടിക്കണം. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും സന്മാർഗം, അവർ ജീവിച്ച വഴി, അവർ ഉൾക്കൊണ്ടിരുന്ന ആശയം, അവർ കൈക്കൊണ്ടിരുന്ന വിശ്വാസധാര, ഇതിനെ സമ്പൂർണ്ണമായി നെഞ്ചിലേറ്റുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികൾ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യരായ സ്വഹാബത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പോലും നിരവധി ബിദഈ പുത്തൻ പ്രസ്ഥാനക്കാർ നിലവിൽ വന്നിട്ടുണ്ട്. ഖവാരിജുകളും മുഅ്തസിലത്തുകളും ഖദരിയാക്കളും ഷിയത്തുകളും തുടങ്ങി ഒരുപാട് നാമങ്ങളിൽ അവർ രംഗപ്രവേശനം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അന്നുണ്ടായിരുന്ന പണ്ഡിത പ്രതിഭകൾ, സ്വാത്വികരായ നമ്മുടെ നേതൃത്വം, ഉലമാക്കൾ അവർക്കെതിരെ രംഗത്തിറങ്ങുകയും അവരെയെല്ലാം ഒതുക്കിക്കളയുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദീപശിഖയെത്തിയ നമ്മുടെ കൊച്ചു കേരളത്തിലും പുത്തൻ പ്രസ്ഥാനക്കാർ ഉടലെടുത്തു. 1921 കേരള ഐക്യസംഘം എന്ന പേരിലും മറ്റുമായി ഉടലെടുത്ത ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി, അള്ളാഹുവിനെ വിരൂപിയാക്കി, പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു, ഹദീസുകളെ തള്ളിക്കളഞ്ഞു, പണ്ഡിതന്മാരെയും മഹത്തുക്കളുടെയും അവരുടെ ഗ്രന്ഥങ്ങളെയും ഇകഴ്ത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ പരിശുദ്ധ ഇസ്ലാമിനെ വക്രീകരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇവരാരാണെന്നും ഇവരുടെ വിശ്വാസം എന്താണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലേക്ക് 2 ധാരയിലൂടെയാണ് വഹാബികൾ കടന്നു വന്നിട്ടുള്ളത്. പുത്തൻ പ്രസ്ഥാനക്കാർ ഒരു വിഭാഗം, അത് ഈജിപ്ഷ്യൻ ധാരയെന്ന് പറയാം, യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജമാലുദ്ദീൻ ഗഫ്ആനിയുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും നേതൃത്വത്തിലൊന്നും ഗൾഫ് സലഫിസം എന്ന പേരിൽ ഇബ്നു തൈമിയയുടെയും ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിലുമാണ് കേരളത്തിലേക്ക് വഹാബി പ്രസ്ഥാനം ഇരച്ചു കയറിയിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ടത് ഇബ്നു അബ്ദുൽ വഹാബ് ലോകത്ത് ചെയ്ത 3 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിംകൾക്ക് എതിരിൽ അതിക്രമം, ഫിത്നത്തു ദമവിയ എന്ന പേരിൽ രക്തവിപ്ലവത്തിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. എന്നാൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാരമ്പര്യ വിശ്വാസത്തെ തകർക്കാനും അത് നശിപ്പിക്കാനും വേണ്ട സർവ്വ പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. രണ്ടാമതായി, ഇയാൾ മുസ്ലിമീങ്ങളെ എത്രയാണ് കൊന്നൊടുക്കിയത്. മക്കയിലെയും മദീനയിലെയും ചരിത്ര ഗ്രന്ഥങ്ങൾ അത് നമ്മോട് ഉണർത്തിത്തരുന്നുണ്ട്. അവസാനമായി, ഇവർ മഹാന്മാരുടെ മഖ്ബറകൾ തച്ച് തകർത്തുകൊണ്ട് മഹത്തുക്കളുടെ കീർത്തിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദരവ്, തവസ്സുൽ, ഇസ്തിഗാസ, ബർക്കത്ത്, തബറുക്ക്, കൂട്ടുപ്രാർത്ഥന തുടങ്ങി സർവ്വവിധ സൽക്കർമ്മങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണ് ശരി,
അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ തങ്ങളുടെ കെണിവലയിൽ അകപ്പെടുത്തിക്കൊണ്ട് ഈ ഇസ്ലാമിനെ നശിപ്പിക്കുകയായിരുന്നു. വിശ്വാസികൾ ഇവിടെ ജാഗരൂകരാവേണ്ടതുണ്ട്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും ഇത്തരം ഇത്തിൽ കണ്ണികളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥം മനസ്സിലാക്കാനും സത്യമതവിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാക്താക്കളായി ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.